ഹാപ്പി. എന്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഹാപ്പി ആയിരുന്നേനെ. അടിച്ചു പൊളിക്കായിരുന്നു. അല്ല സിഹി, ഇത്ര അധികം ഗെയിം നീ കളിച്ചില്ലേ, എന്നിട്ട് നീ ഹാപ്പി ആയില്ലേ? ഇപ്പോഴും നിന്റെ ഫ്രണ്ട് നിന്റെ കൂടെ വേണം എന്നാലേ ഹാപ്പി ആവുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഞാൻ എന്തൊക്കെ ചെയ്തു തന്നാലും അത് കുറവാണല്ലേ നിനക്ക്? അങ്ങനെയല്ല സീതമ്മ, എന്റെ ഫ്രണ്ടിന് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ നീ ഫോണും തരുന്നില്ല. ഇവിടെയാണെങ്കിൽ ആകാശ തൊട്ടിലും ഇല്ല. ഐ മിസ് യു സോ മച്ച് ഫ്രണ്ട്. നീ ചോദിക്ക്. നിനക്കും എന്റെ ഫ്രണ്ടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവായിരുന്നു. ഞാൻ ചോദിക്കുന്നതൊക്കെ തരുമായിരുന്നു. അവൻ നിന്റെയും ഫ്രണ്ട് അല്ലേ? നിനക്കും നിന്റെ ഫ്രണ്ടിനെ എന്നെ പോലെ എപ്പോഴും കൂടെ വേണമെന്ന് തോന്നാറില്ലേ നിനക്ക്? സിഹി, നിനക്ക് എങ്ങോട്ടാ പോവേണ്ടതെന്ന് പറ, അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോണം. എന്നെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവോ? സിഹി, കൊണ്ടുപോവില്ലെന്നല്ലേ? പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്തിനാ ചോദിക്കുന്നേ? എങ്ങും പോവണ്ട, നേരെ വീട്ടിലേക്ക് പോവാം. ഹേ പ്രിയ, ഇന്നലെ നിനക്ക് ശരിക്കും എന്താ പറ്റിയേ? അത് ഇന്നലെ എനിക്ക് നല്ല വയറുവേദനയായിരുന്നു, അതുകൊണ്ട് ഉഷാറാവാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. I got it. I will call you later. എന്താ? നിങ്ങളോടും ബോസിനോടും കോൺഫറൻസ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. എന്തിന്? ചെറിയച്ഛനും മേമയും വന്നിട്ടുണ്ട്. ശരി, നീ ചെല്ല്, ഞാൻ ബോസിനെ കൊണ്ടുവരാം. എടാ, മേമയോടും വിശ്വമാമനോടും നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. വാട്ട് ഹാപ്പൻ? എനിത്തിങ് സീരിയസ്? ചെറിയച്ഛനും മേമയും വന്നോ? ഞാൻ വരാൻ പറഞ്ഞല്ലോ. വന്നിട്ടുണ്ട്. നമ്മളെ കോൺഫറൻസ് റൂമിലേക്ക് വിളിക്കുന്നു. ഫോർ വാട്ട്? വീട്ടിൽ അതിനിപ്പോ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഐ ഡോണ്ട് തിങ്ക് സോ. വാ, എന്താന്ന് പോയി നോക്കാം. വാ. SORRY സോറി. സീത CAN can DE FRIENDS. സിഹി, വേഗം കൈയും കാലും മുഖവും കഴിയിട്ട് വാ, ഭക്ഷണം കഴിക്കണ്ടേ? ദാ വരുന്നു. GAIN. സിഹി, സിഹി, നീ അവിടെ എന്താ ചെയ്യുന്നേ? എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഒന്നുമില്ല സീതമ്മ. സീതമ്മ സ്റ്റോറി ബുക്ക് വായിക്കുമായിരുന്നു. അവിടെ അത്രയും കിടന്ന് കളിച്ചിട്ട് നിനക്ക് വിശക്കുന്നില്ലേ? വന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വായിക്കൂ. സോറി സീതമ്മ. സോറി എന്തിനാ പറയുന്നേ? എന്തു പറ്റി? സോറി സീതമ്മ, ഞാൻ കള്ളം പറഞ്ഞതാ. ഇനി ഞാൻ കള്ളം പറയില്ല. ഇതാ ലാസ്റ്റ്. ദേഷ്യം പിടിക്കല്ലേ പ്ലീസ്. എന്ത് കള്ളം? ഞാൻ സ്റ്റോറി ബുക്ക് വായിക്കുമല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ
ഇതിന്ന് സോറി സീതാന്ന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. സോറി എന്ന് പറയാറുള്ളത് എന്റെ ഫ്രണ്ട് അല്ലേ? ഇത് അവൻ തന്നെ എഴുതിയതല്ലേ? ഇതിന് നീ എന്ത് റിപ്ലൈ കൊടുത്തത്? എസ് എന്നല്ലേ? ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയതൊക്കെ തണുത്തു പോവും. വാ വന്ന് ഭക്ഷണം കഴിക്ക്. സീതമ്മ, എന്റെ ഫ്രണ്ട് നിന്നോട് സോറി എന്ന് പറഞ്ഞില്ലേ? സീതമ്മ ഓക്കെ ആണെന്ന് പറ. സിഹി മോളെ, അത് സീതമ്മ, ആരെങ്കിലും സോറി പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വന്നാൽ അവരോട് ദേഷ്യം കാണിക്കരുതെന്ന് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ? എന്നിട്ട് ഇപ്പൊ നീ എന്താ അതൊന്നും ഫോളോ ചെയ്യാത്തത്? സീതമ്മ, പാവം എന്റെ ഫ്രണ്ട്, അവന് വിഷമായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഫ്രണ്ട്സ് ആവോ പ്ലീസ്. പ്ലീസ്. മോളെ, എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല. നീ പറയുന്നത് പോലെ ഈ കാര്യം അത്ര ഈസി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റാം നമ്മളെ എന്നാ വേണ്ട സീതമ്മ. ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണോ? ഞാനും റാമും വീണ്ടും ഫ്രണ്ട്സായി മാറണോ? എനിക്കൊന്നും പിടി കിട്ടുന്നില്ലല്ലോ രാമ. ചെറിയച്ച, മേമ, നിങ്ങൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഓഫീസിലേക്ക് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഈസ് ഇറ്റ് എവറിത്തിങ് ഓക്കെ? ഹീസ് ഫൈൻ അപ്പു. ഇവനെ ഇന്നലെ നട്ടപ്പാതിരയ്ക്ക് നിന്റെ ചെറിയച്ഛനെ വിളിച്ച് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവന് പറയാനുണ്ടെന്ന് പറഞ്ഞത്. അതിനാ വന്നത്. പറയണ ചരണ്ടി, എന്താ കാര്യം? കാര്യം അത് ഇപ്പോ പറയണോ? അത് വേണോ സാറേ ഇപ്പോ? എടാ, എന്താടാ കാര്യം? അല്ല, ഇന്നലെ രാത്രി എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് എന്നോടൊന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നട്ടപ്പാതിരയ്ക്ക് ഹൈലൈറ്റ്സ് വരെ കഴിഞ്ഞതിന് ശേഷം. എടോ, കോൾ ചെയ്തിട്ട് ഇങ്ങനെ മിണ്ടാതെ നിന്ന് എന്താ അർത്ഥം? നീ കാര്യം എന്താണെന്ന് പറ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടെന്നറിയില്ല. ഈ കാര്യം ഞാൻ വിശ്വനാഥൻ സാറിനോട് മാത്രം പറയാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോ നിങ്ങളെല്ലാവരും എന്താണ് ഇഷ്യൂ? തന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ ചരൺ. ഇവിടെ പുറത്തുള്ളവരാരുമില്ല, എല്ലാവരും വീട്ടുകാരാ. കമോൺ. സാർ, നിങ്ങൾ ഈ ഓഫീസിലെ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിൽ ആരാണുള്ളതെന്ന് എന്നോട് ചോദിച്ചില്ലേ? അത് പറയാനുള്ള സമയമായി സാർ. സാർ, നിങ്ങളുടെ കമ്പനിയോട് ഞാൻ വഞ്ചന കാണിച്ചിട്ടും നീ സത്യം പറ, നിനക്ക് ജോലി തുടരാമെന്ന് സാറിനോട് പറഞ്ഞില്ലേ? ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നെയും ഞാൻ നിങ്ങളെ വഞ്ചിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല സാർ. എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാ ഞാൻ വിശ്വ സാറിനെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അതിപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണം. ആരാത്? Who is that? ശരൺ, മര്യാദയ്ക്ക് പറ. ഞങ്ങളുടെ കമ്പനിയിലെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. ഇത്രയും ദിവസം ഈ കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അശോക് സാറാ. എന്നെ കൊണ്ട് എല്ലാ ഫ്രോഡ് പരിപാടിയും ചെയ്യിച്ചത് ഇവരാണ് സാർ. എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മളെ പിടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും പേര് പറഞ്ഞാൽ മതി എന്നോട് പറഞ്ഞു സാർ. ഈ ഫാമിലി എന്ന് വെച്ചാൽ ദേശായി ഫാമിലിയിലുള്ള ആരെങ്കിലും പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു സാർ.
പക്ഷെ അന്ന് എനിക്ക് ഇദ്ദേഹം ബോസ് അല്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. എടാ എന്തൊക്കെയാടാ പറയുന്നേ? നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സാർ. അത് മാത്രമല്ല, ബോസ് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. അതുകൊണ്ടാ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തത് സാർ. ഇതെന്തു പറ്റി? ഇവൻ അശോകന്റെ പേരാണല്ലോ പറയുന്നത്. രാം സാർ, ഒരു കാരണവശാലും നിങ്ങൾ അശോക് സാറിനെ ഒരിക്കലും വിശ്വസിക്കരുത്. വലിയ ഫ്രോഡാണ് അദ്ദേഹം. ഇന്നലെ നിങ്ങള് സത്യം പറ, ആരാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ക്യാബിനകത്ത് വെച്ച് എന്നോട് ചോദിച്ചപ്പോ നിങ്ങളുടെ കൂടെ നിന്ന് ഒന്നും പറയരുതെന്നും പറഞ്ഞ് എന്നെ കണ്ണടച്ച് കാണിക്കായിരുന്നു സാർ. ഇവനെ ഒരിക്കലും വിശ്വസിക്കരുത് സാർ. നിങ്ങളുടെ കമ്പനി ഇവൻ മുച്ചൂട് മുടിപ്പിച്ച് കളയും സാർ. ഷട്ട് അപ്പ്. ആരെ കുറിച്ച് നീ സംസാരിക്കുന്നറിയോ? അശോകിനെ കുറിച്ചോ? അവൻ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാ. അവനെ കുറിച്ച് വായ തോന്നിയതൊക്കെ പറയുന്നു. ഇവന്റെ പേര് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വീട്ടുകാരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നോ? അപ്പോ ത്രോ ഹിം ഔട്ട്. അശോകിനെ കുറിച്ച് വായ തോന്നിയതൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഇവൾ എന്താ ഈ കാണിക്കുന്നേ? ആദ്യ ഇന്നിങ്സിൽ ജസ്റ്റ് മിസ്സായതാ. ഇപ്പൊ സെക്കൻഡ് ഇന്നിങ്സിൽ മാച്ച് മൊത്തം അവളുടെ കയ്യിലായല്ലോ. മാഡം, ഞാനതിന് കള്ളം പറഞ്ഞതല്ല മാഡം. സത്യം നോണ എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല. അശോകിന്റെ കാര്യത്തിൽ നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അവൻ ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ച് വളർന്നവനാ. അവൻ ഞങ്ങളോട് ദ്രോഹം കാണിക്കുന്നു. ബട്ട് ഇവൻ പറയുന്നതൊക്കെ കളവാ. അല്ല സാർ, ഞാൻ സത്യം തന്നെയാ പറയുന്നത്. സൺഡേയിൽ ആരെങ്കിലും ഓഫീസിലേക്ക് വരുമോ സാർ? ഇദ്ദേഹം മാത്രമേ ഉള്ളൂ സൺഡേ ഓഫീസിൽ വരുന്നത്. അന്നാ ഇദ്ദേഹത്തിന്റെ ഫ്രോഡ് പരിപാടിയൊക്കെ നടക്കാറുള്ളത്. വേണമെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റിയോട് വേണം ചോദിച്ചു നോക്ക്. ഇല്ലെങ്കിൽ CCTV ഫുട്ടേജ് നോക്ക്. താനൊന്ന് നിർത്തുന്നുണ്ടോ? ഇനി ഒരക്ഷരം പറഞ്ഞാൽ ഞങ്ങൾ സഹിച്ചു നിൽക്കില്ല. ബിസിനസ് ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് കരുതി ബന്ധങ്ങളില്ലാതാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പുറത്തേക്ക് ഇറങ്ങടോ. അപ്പു, ആദ്യം ഇവനോട് പുറത്തിറങ്ങാൻ പറ. മാഡം, നിങ്ങളിത് എന്തായി പറയുന്നേ? പുറത്താക്കാനാ പറഞ്ഞ്. മാഡം, സത്യം പറയുന്നവർക്ക് ഇവിടെ ഒരു വിലയില്ലേ മാഡം? രാം സാർ, നിങ്ങളല്ലേ പറഞ്ഞത് സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ അശോക് സാറിനെ വിശ്വസിക്കരുത്. ഇദ്ദേഹം നിങ്ങളെ വഞ്ചിക്കുകയാണ്. Get out. സാർ പ്ലീസ് സാർ. സാർ പ്ലീസ്. എടാ, ആരായിരിക്കും ആ ചരണ്ട പുറകില്? എനിക്കറിയില്ല. ഇന്നെങ്കിലും അവൻ സത്യം പറയുന്ന കരുതി. ബട്ട് അഗൈൻ ഹീസ് ലൈയിങ്. എടാ, നിനക്ക് എന്റെ മേൽ എന്തെങ്കിലും സംശയം? ഇനി അതേപ്പറ്റി ആലോചിച്ചോണ്ടിരുന്ന എന്റെ നീ നല്ല വീക്ക് മേടിക്കും കേട്ടോ. എടാ, ആ ചരണ്ട സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. അവൻ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നതാണെന്ന് നീ കരുതി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ പുറകിൽ ആരോ സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. യെസ്, നിനക്കിപ്പോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ സത്യത്തിനോട് വളരെ അടുത്താ നിൽക്കുന്നേ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. അവൻ എന്തുകൊണ്ടാണ് നിന്റെ പേര് പറഞ്ഞത്? ദാറ്റ് മീൻസ് നമുക്കിടയിലുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആരോ ചെയ്തതാണെന്നാണ് അർത്ഥം, റൈറ്റ്? ഐ എം ഷുവർ ഇതൊന്നും പുറത്തുനിന്ന് ഒരാൾക്ക് സാധാരണ ചെയ്യാനേ സാധിക്കില്ല. ആരോ നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ഒരാളെ പോലെ അഭിനയിച്ച് സ്കാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
താങ്ക് ഗോഡ്, ഫൈനലി ഇവൻ ഇതെല്ലാം മനസ്സിലായല്ലോ. ഇത്രയെങ്കിലും സംശയം തോന്നിയല്ലോ. യെസ് റാം, ഇത് നമുക്ക് ആരോ അറിയുന്നവരാ ചെയ്യുന്നേ. ആരാണെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐ തിങ്ക് ഇവൻ ഇന്നലെ നട്ടപ്പാതിരിക്ക് നിന്റെ ചെറിയച്ഛനെ വിളിച്ച് അവൻ എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്ര. നിങ്ങൾ ഈ ഓഫീസിലെ പ്രശ്നങ്ങളെല്ലാം പിന്നിൽ ആരാണുള്ളതെന്ന് എന്നോട് ചോദിച്ചില്ലേ? അത് പറയാനുള്ള സമയമായി സാർ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനിന്ന് പിന്നെ വരാം. മേമ, ഇറ്റ്സ് ഓക്കെ, വാ. അശോക്, അവിടെ സംഭവിച്ചതിനൊക്കെ ഐ എം റിയലി സോറി. ഇറ്റ് ഷുഡിൻ ഹാവ് ഹാപ്പൻ. നീ എന്ന് ഞങ്ങളുടെ കുട്ടിയാ. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. ദേശായി കുടുംബത്തിൽ ആരും തന്നെ നിന്നെ തള്ളി പറയില്ല അശോക്. വി ആർ ഓൾവേസ് വിത്ത് യു. അതിന് ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവനെന്തിനാ എൻ്റെ പേര് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. അല്ല, എന്തിനാ അശോക് എന്നോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? യു ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ. വി കംപ്ലീറ്റ്ലി ട്രസ്റ്റ് യു. അവിടെ സംഭവിച്ചതൊക്കെ മറന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ച്. ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അപ്പൊ നിന്നോടും കൂടിയാ ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. അശോക് എന്ന് വെച്ചാ മേമ, അശോക് ഈസ് നോട്ട് ജസ്റ്റ് മൈ ഫ്രണ്ട്, എന്റെ ബ്രദറാണ്. എന്റെ ജീവൻ തന്നെ പോയാലും ഇവന്റെ മേലുള്ള എന്റെ വിശ്വാസം ഇല്ലാതാവില്ല. യു ഡോണ്ട് ഹാവ് ടു വറി. ആരോ കരുതിക്കൂട്ടി ചരണിനെ കൊണ്ട് അശോകിന്റെ പേര് പറയിപ്പിച്ചു. സിമ്പിൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. പക്ഷെ ആ ഫൂളിനൊരു കാര്യം അറിയില്ല, ഇതൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല എന്ന്. അതെ, കറക്റ്റാ നീ പറഞ്ഞേ. ഇതൊക്കെ ചെയ്യുന്നവര് ഫൂൾസ് ആണ്. എനിവേ, ചരണിനെ പുറത്താക്കിയത് എന്തായാലും നന്നായി. ഇനിയെല്ലാം കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഷുവർ മേമ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ പോനെ. ടേക്ക് കെയർ. എന്റെ പ്ലാൻ ഇവിടെ വർക്കൗട്ട് ആയില്ലേ? അശോകിന്റെ കാര്യത്തില് സംശയത്തിന്റെ ഒരു കണിക പോലും നിനക്ക് തോന്നിയില്ല? ഊരും പേരും ഇല്ലാത്തവനോട് ഇത്രയും വിശ്വാസം. റാസ്കൽ, എന്തുപറ്റി? ഇത്രയും ദിവസം എനിക്ക് ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതെന്തായാലും കൺഫേം ആയി. എടാ, നീ എന്തോ പറഞ്ഞില്ലേ? എടാ, ആ ചരണ്ട പുറകെ ആരോ ഉള്ളത് മനസ്സിലായെന്ന് പറഞ്ഞില്ലേ? ആരാ അത്? വേറെ ആരടാ? വിശ്വൻ ചെറിയച്ചനാ. വിശ്വൻ മാമനോ? യെസ്. എനിക്ക് ചെറിയ ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ എന്ന് വിളിക്കും. ഈ ഓഫീസിലെല്ലാം നീയാണെന്ന് പറഞ്ഞ് ടീസ് ചെയ്യും. ഐ തിങ്ക് വാട്ട് യു ഗസ് വാസ് റൈറ്റ്. ഓഫീസിലെ നമ്മുടെ റോള് പരസ്പരം മാറ്റിയത് അയാൾക്ക് അറിയാമായിരുന്നു. അയാൾ നമ്മുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുമായിരുന്നു. എടാ, നീ ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ന് ഇവിടെ വെച്ച് ചരണിനെ ടെർമിനേറ്റ് ചെയ്തപ്പോ ചെറിയച്ചനാണെങ്കിൽ ഷോക്കായി പോയി. അത് മാത്രമല്ല, ചരൺ വിളിച്ചുകൊണ്ടാണ് ഓഫീസിലേക്ക് വന്നതെന്ന് ചെറിയച്ചൻ പറയുകയും ചെയ്തില്ലേ? മേമ നിന്നെ സമാധാനപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് ചെറിയച്ചൻ വന്നില്ല? അപ്പോഴേ ഞാൻ കൺഫേം ചെയ്ത അയാള് ചെറിയച്ചനായിരിക്കും. എന്താടാ, ഷോക്കായോ? നമുക്കിത്ര ഫീൽ ആയിട്ടുണ്ടെങ്കിൽ മേമ ഇതറിയുമ്പോ എന്തുമാത്രം ഫീൽ ആവൂടാ? പ്ലീസ് മേമയോട് എന്തായാലും പറയണ്ട. ദൈവമേ,
ഇവനിത് എങ്ങനെ വിശ്വമാമനെന്ന് തോന്നിയത്? സീരിയസ്ലി, ഭാർഗവി മേമയെ അവൻ ഇത്ര ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നു? മാഡം മാഡം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ എല്ലാ ജോലിയും ചെയ്തത്. പക്ഷെ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് എന്നെ ടെർമിനേറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. പറ മാഡം, എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്തത്? നീ ഇതുവരെ പോയില്ലേ? നിങ്ങൾ ഇതിനൊരു ഉത്തരം തരുന്നവരെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. പറ മാഡം, എന്തിനാ എന്നെ ടെർമിനേറ്റ് ചെയ്തേ? സെക്യൂരിറ്റി, സെക്യൂരിറ്റി, ഈ ഓഫീസിന്റെ 7 അയലത്ത് ഇവനെ കാണാൻ പാടില്ല. ചരണ്ടി, ഇവളെ വിശ്വസിച്ചിട്ട് ഒരു പ്രയോജനമില്ല. DRS എടുത്തോ. തേടമ്പേരുടെ എന്തെങ്കിലും പ്രയോജനം നിനക്ക് കിട്ടാതിരിക്കില്ല. ബൈ. ഞാൻ അഥവാ ഇതിന്റെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ജോലിയും എന്റെ സ്ഥാനവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നേനെ. പൊക്കോ പൊക്കോ, ഞാൻ ഇതിനെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നല്ലോ. എന്റെ തെറ്റാ, എന്റെ തെറ്റാ. അല്ല, എന്താ ഭാർഗു, ഇന്ത്യ വേൾഡ് കപ്പിൽ തോറ്റ പോലെ വേസ്റ്റ് ആയി പോയല്ലോ നിന്റെ പ്ലാനൊക്കെ. അല്ല ഭാർഗു, ആ കോപ്പൻ ചരണ്ടിനെ ഉപയോഗിച്ച് റാമിന്റെ അശോകിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ച നിന്നെ, അയ്യോ നോക്കിക്കോ ഭാർഗു, ഇന്നല്ലെങ്കിൽ നാളെ ഇത് നിന്റെ നേരെ ഗൂഗിളായിട്ട് തിരിച്ചു വരും. ഞാൻ കളിക്കുന്നത് ക്രിക്കറ്റ് അല്ല വിശ്വ. എന്റെ ആട്ടം നിനക്ക് മനസ്സിലാകുമ്പോഴേക്കും നിന്റെ വിക്കറ്റ് പോയിരിക്കും വിശ്വ. ഇതൊക്കെ ആരുടെ തലയിലാവൂന്ന് നീ നോക്കിയിരുന്നു. അശോകന്റെ രാമന്റെ സീക്രട്ട് ഒളിപ്പിച്ചു വെച്ച് താൻ എന്നെ കുറെ കളിപ്പിച്ചതല്ലേ. ഇനി എന്റെ ടേണാടോ. ഭാർഗു, ആ ചരണ്ടിയ ജോലി എന്ന് പറഞ്ഞു വിട്ട കാര്യവും ശരിയാ. അവൻ നിന്നെ കളിപ്പാവയല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിന്റെ പേര് പുറത്തു പറയുന്നുള്ള പേടി. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നീ അവനെ പറഞ്ഞു വിട്ടത്. അതൊക്കെ ശരിയാ. പക്ഷേ പാവ അശോക് ഇത് എന്ത് ചെയ്തിട്ടാ? നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ അവനും. ആണോ? അപ്പൊ പിന്നെ ഞാനാരാ? നിങ്ങളുടെ വീട്ടിലെ ഞാനാരാ വിശ്വ? അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന തോഴിയാണോ? എന്തോ പറഞ്ഞു പറഞ്ഞ് നീ വല്ലാതെ ഓവറാകുന്നുണ്ട് ഭാർഗു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുവോ ആവോ. ആർക്കറിയാം, അവസാനം ഇതൊക്കെ നിന്റെ തലേ വീഴുമെന്ന്. അപ്പൊ നിങ്ങൾ വന്ന് എന്നെ രക്ഷിക്ക് ഭാർഗവെന്നും പറഞ്ഞ് അപേക്ഷിക്കില്ലേ?